അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ് എന്നാണ്. അതായത് ഇൻഫോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമലായി ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കാണ് ഇൻഫോർമലൈസേഷൻ, ജോലി അന്വേഷിക്കുക എന്നുള്ള ടെൻഡൻസിക്കാണ് ഇൻഫോർമലൈസേഷൻ എന്ന് പറയുക ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ്. അതാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അഗ്രികൾച്ചർ എന്നുള്ളത് ഒരു മെയിൻ സോഴ്സായി മാറിയത്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ ആവശ്യമുള്ള ആളുകൾക്കേറെ ആളുകൾ ഇതിനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാറിയിട്ട് ഇൻഡസ്ട്രി ആകുമ്പോഴാണ് ഒന്നും കൂടിയും ഇന്ത്യയുടെ മെച്ചവും രാജ്യത്തിൻ്റെ മെച്ചവും അതുപോലെ തന്നെ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഒന്നും കൂടി ഉയരുകയുള്ളൂ എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചാണ്. ഏതായാലും ഇനി നമുക്ക് പറയാനുള്ളത് ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സാണ്. ഓക്കെ, പ്രൊപ്പോർഷൻ ഓഫ് കാഷ്വൽ ലേബേഴ്സ് ഹാസ് ബീൻ ഇൻക്രീസിങ്. കാഷ്വൽ ലേബേഴ്സിൻ്റെ പ്രൊപ്പോർഷൻ വളരെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്ലാനിങ് ഇൻ ഇന്ത്യ, ഡെവലപ്മെൻറ്റ് പ്ലാനിങ്, ഇന്ത്യയിലുള്ള ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു എന്ത്? സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം, സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടിയതിന് ശേഷമുള്ള ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങിൽ ഇന്ത്യയുടെ എന്തൊക്കെയായിരുന്നു പ്ലാനിങ്സ്? ഇതുപോലത്തെ നല്ല സ്റ്റാൻഡേർഡോട് കൂടിയുള്ള ഒരു ജനതയെയായിരുന്നു ഇന്ത്യ പ്ലാൻ ചെയ്തിരുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആസ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. ഈവൻ ആഫ്റ്റർ 55 ഇയേഴ്സ്, 55 വർഷങ്ങൾക്ക് ശേഷവും, ഈ പ്ലാൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ 55 വർഷങ്ങൾക്ക് ശേഷവും മോർ ദാൻ ഹാഫ് ഓഫ് ദി ഇന്ത്യൻ വർക്ക് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഫാമിംഗ് ആസ് ദി മേജർ സോഴ്സ് ഓഫ് ലിവ്ലിഹുഡ്. ഇന്നും ഒരുപാട് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഹാഫോളം ഇന്ത്യക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫാമിംഗ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം എ സ്മാൾ സെക്ഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ് ഈസ് ഗെറ്റിംഗ് റെഗുലർ ഇൻകം. കുറച്ച് ആളുകൾക്ക് മാത്രമേ റെഗുലറായിട്ട് അവർക്ക് ശമ്പളം ലഭിക്കുന്നുള്ളൂ. ദ ഗവൺമെൻറ് ത്രൂ ഇറ്റ്സ് ലേബർ ലോസ് എനാബിൾ ദം ടു പ്രൊട്ടക്റ്റ് ദെയർ റൈറ്റ്സ് ഇൻ വേരിയസ് വെയ്സ്. ഓക്കെ, അപ്പം ഇത് ഗവൺമെൻറ് ഇതിൻ്റെ ആളുകൾക്കൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ലേബർ ലോസൊക്കെ ഉണ്ടാക്കാനും ഇതൊക്കെ അങ്ങനെയൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വർക്ക് ഫോഴ്സ് ഇൻ ടു 2 കാറ്റഗറീസ്. വർക്ക് ഫോഴ്സ് നമുക്ക് എന്താക്കാം? 2 കാറ്റഗറികളിലാക്കാം. വർക്കേഴ്സ് ഇൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടേഴ്സ്. ഫോർമലും ഇൻഫോർമലും ആയിട്ടുള്ള സെക്ടേഴ്സായിട്ട് നമുക്കതിനെ തിരിക്കാം. വിച്ച് ആർ ആൾസോ റിഫേർഡ് ടു ആസ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്. ഓക്കെ, അതിനെ നമുക്ക് ഓർഗനൈസ്ഡ് എന്നും അൺഓർഗനൈസ്ഡ് എന്നും നമുക്കതിനെ രണ്ടിനെയും തരംതിരിച്ച് വിളിക്കാം. All the public sector establishments and those private sector establishments which employ 10 hired workers or more are called formal sectors. 10ഓളം നിയമിതരായ ആളുകൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ, ഒരു പ്രൈവറ്റ് സെക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിലോ അതല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടറിലോ പ്രൈവറ്റ് സെക്ടറിലോ ഒരു 10ഓളം നിയമിതരായിട്ടുള്ള വർക്കേഴ്സ് ഉണ്ട് എന്നെങ്കിൽ അതിനെ നമുക്ക് ഫോർമൽ സെക്ടർ എന്ന് വിളിക്കാം. അഥവാ അങ്ങനെയല്ലെങ്കിൽ ആൻഡ് ദോസ് ഹൂ വർക്ക് ഇൻ സച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആർ ഫോർമൽ സെക്ടർ വർക്കേഴ്സ്. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് ഫോർമൽ സെക്ടർ വർക്കേഴ്സ് എന്ന് വിളിക്കാം. അഥവാ അങ്ങനത്തെ കമ്പനിയോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കാം? അതാണ് ഇൻഫോർമൽ സെക്ടർ. ഓക്കെ, all other enterprises and workers working in those enterprises form the informal sectors. അതല്ലാത്തവരൊക്കെ ഇൻഫോർമലാണ്. This informal sectors includes millions of farmers. മില്യൺ കണക്കിനുള്ള കർഷകർ ഇതിൽ ഉൾപ്പെടുന്നു. അഗ്രികൾച്ചർ ലേബേഴ്സ് ഇതിൽ ഉൾപ്പെടുന്നു. ഓണേഴ്സ് ഓഫ് സ്മാൾ എൻ്റർപ്രൈസസ് ആൻഡ് പീപ്പിൾ വർക്കിംഗ് ഇൻ ദോസ് എൻ്റർപ്രൈസസ്. ചെറിയ ഇതുപോലത്തെ കമ്പനികളുടെയൊക്കെ ഉടമകളും അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഇൻഫോർമൽ സെക്ടറിലാണ് ഉൾപ്പെടുക. Those who are working in the formal sector enjoy social security benefits. They earn more than those in the informal sector. അപ്പോൾ ഇൻഫോർമൽ സെക്ടറിലുള്ള ആളുകളെക്കാളും ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് ഫോർമൽ സെക്ടറിലെ ആളുകൾക്ക്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ അത് ആദ്യമേ അതൊക്കെ ഓഫർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർക്കതൊക്കെ കിട്ടും. സെക്ഷൻ 7.2 നിങ്ങൾ ടെക്സ്റ്റിൽ കാണുന്നുണ്ടാകും. വി ലേൺ ദാറ്റ് ദർ ആർ അബൌട്ട് 473 million workers in the country.
അതായത് നമ്മുടെ രാജ്യത്ത് 473 മില്യൺ വർക്കേഴ്സ് ഉണ്ട്. ദർ ആർ അബൌട്ട് 30 മില്യൺ വർക്കേഴ്സ് ഇൻ ദി ഫോർമൽ സെക്ടർ. അതിൽ 30 മില്യൺ ആളുകൾ മാത്രമാണ് ഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ. ക്യാൻ യു എസ്റ്റിമേറ്റ് ദി പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ എംപ്ലോയിഡ് ഇൻ ദി ഫോർമൽ സെക്ടർ ഇൻ ദി കൺട്രി? അപ്പോൾ നമുക്ക് എന്താക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ കൺട്രിയിൽ, രാജ്യത്ത് എത്ര ആളുകൾക്കാണ് ഈ ഇങ്ങനത്തുള്ള ഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളെ എന്ന് നമുക്ക് ഗണിക്കാൻ പറ്റുമോ എന്നാണ്, അതായത് നമുക്ക് കൂട്ടാൻ കഴിയുമോ എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം തന്നെ അവിടെ തന്നെ പറയുന്നുണ്ട്. അബൌട്ട് ഓൺലി 6%, 6% മാത്രമാണ് നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെ ഫോർമൽ സെക്ടറിൽ ആളുകൾ വർക്ക് ചെയ്യുന്നത്. ദസ് ദി റെസ്റ്റ് 94% ആർ ഇൻ ദി ഇൻഫോർമൽ സെക്ടേഴ്സ്. അതല്ല, 94% ആളുകളും ഇൻഫോർമൽ സെക്ടേഴ്സിലാണ്. ഔട്ട് ഓഫ് 30 മില്യൺ ഇൻഫോർമൽ സെക്ടർ വർക്കേഴ്സ്, ഓൺലി 6 മില്യൺ, that is only about 21% are women. Okay. അപ്പോൾ ഈ 30-ൽ 6 മില്യൺ ആണ്, ഏകദേശം 21% മാത്രമാണ് ഈ സ്ത്രീകളുള്ളത്. ബാക്കിയൊക്കെ പുരുഷന്മാരാണ്. ഇൻ ദി ഇൻഫോർമൽ സെക്ടർ. ഇനി ഇൻഫോർമൽ സെക്ടറിൽ നാം നോക്കുകയാണെങ്കിൽ മെയിൽ വർക്കേഴ്സ് തന്നെ അവിടെ എത്ര പേരുണ്ട്? 69% വർക്ക് ഫോഴ്സ് മെയിലിൻ്റെതാണ്, അതായത് ഫീമെയിൽ. ബാക്കി 69% മെയിൽ വർക്കേഴ്സാണ് എന്നാണ് ഇവിടെ പറയുന്നത്. വർക്കേഴ്സ് ആൻഡ് എൻ്റർപ്രൈസസ് ഇൻ ദി ഇൻഫോർമൽ സെക്ടർ ഡോണ്ട് ഗെറ്റ് റെഗുലർ ഇൻകം. അതായത് ഇൻഫോർമൽ സെക്ടറിലെ ആളുകൾക്ക് റെഗുലർ ആയിട്ടുള്ള ഇൻകം ഒന്നും അവർക്ക് ലഭിക്കുകയില്ല. ദ ഡോണ്ട് ഹാവ് എനി പ്രൊട്ടക്ഷൻ. അവർക്ക് അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. ഓർ റെഗുലേഷൻ ഫ്രം ദി ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് അവരുടെ കാര്യത്തിൽ പ്രത്യേക ജാഗ്രതയൊന്നും പുലർത്താറില്ല. വർക്കേഴ്സ് ആർ ഡിസ്മിസ്ഡ് വിത്തൗട്ട് എനി കോമ്പൻസേഷൻ. പിന്നെ അതുപോലെ തന്നെ വർക്കേഴ്സിനൊക്കെ എപ്പോഴും പിരിച്ചുവിടാം, ഒരു കോമ്പൻസേഷൻസും അവർക്ക് ലഭിക്കുകയില്ല. ടെക്നോളജി യൂസ്ഡ് ഇൻ ദി ഇൻഫോർമൽ സെക്ടർ എൻ്റർപ്രൈസസ് ഈസ് ഔട്ട്ഡേറ്റഡ്. ദേ ആൾസോ ഡോണ്ട് മെയിൻറ്റെയിൻ എനി അക്കൗണ്ട്സ്. വർക്കേഴ്സ് ഓഫ് ദി സെക്ടർ ലിവ് ഇൻ സ്ലംസ് ആൻഡ് സ്ക്വാട്ടേഴ്സ്. അതായത് ഇവരുടെ ജോലിക്കാരെ കീഴിൽ ഇൻഫോർമൽ സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം ഒരു ആനുകൂല്യങ്ങളോ പ്രൊട്ടക്ഷൻസോ ഒന്നും ലഭിക്കുകയില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രയാസങ്ങളോട് കൂടിയുള്ള ഒരു ജീവിതം മാത്രമാണ് അവർക്ക് എന്നും സ്വീകരിക്കാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് അൺഎംപ്ലോയ്മെൻ്റാണ്. അതായത് ജോലി രഹിതമായിട്ടുള്ളൊരു അവസ്ഥ, ജോലി ഇല്ലാതിരിക്കുക. അപ്പോൾ ഇത് എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ്? NSSO ഡിഫൈൻസ് അൺഎംപ്ലോയ്മെൻറ്റ് ആസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ആൾ ദോസ് ഹു ഓവിങ് ടു ലാക്ക് ഓഫ് വർക്ക്. ജോലി ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ സിറ്റുവേഷന് ആർ നോട്ട് വർക്കിംഗ് ബട്ട് എയ്തർ സീക്ക് വർക്ക് ത്രൂ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ്, ഇൻ്റർമീഡിയറീസ്, ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ് ഓർ ബൈ മേക്കിംഗ് അപ്ലിക്കേഷൻസ് ടു പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. അതായത് അവർക്കിങ്ങനെ ഒരുപാട് പേരോട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനെയാണ് നമുക്ക് എന്ത് പറയാൻ കഴിയുക? അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാൻ കഴിയുക. എക്കോണമിസ്റ്റുകൾ പറയുന്നത് എന്താണ്? അൺഎംപ്ലോയിഡ് പേഴ്സൺ ആസ് വൺ ഹൂ ഈസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഈവൻ 1 hour ഇൻ ഹാഫ് എ ഡേ. അതായത് ഒരു ദിവസത്തിൻ്റെ പകുതി ഒരാൾക്ക് പകുതി പോലും ഒരാൾക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെയാണ് നമുക്കെന്ത് പറയാം? അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയാം എന്നാണ് എക്കോണമിസ്റ്റുകൾ പറയുന്നത്. ദർ ആർ 3 സോഴ്സ് ഓഫ് ഡാറ്റ ഓൺ അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻറ്റിന് 3 സോഴ്സുകളാണുള്ളത്. അതായത് എത്ര ജോലി രഹിതരായിട്ടുള്ള ആളുകളാണ് ഉള്ളത് എന്നുള്ളതിനൊക്കെ കൃത്യമായ 3 സെൻസസ് ഉപയോഗിച്ച് 3 റെക്കോർഡ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ റിപ്പോർട്ട്സാണ് ഇവിടെ ബോൾഡ് ചെയ്ത് പറയുന്നത്. റിപ്പോർട്ട്സ് ഓഫ് സെൻസസ് ഓഫ് ഇന്ത്യ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഡാറ്റ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻസ് ഓഫ് ഇന്ത്യ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലുക്കിംഗ് ഫോർ ജോബ്സ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്, സം ലുക്ക് ഫോർ എ ജോബ് ത്രൂ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അതായത് ചില ആളുകളൊക്കെ, അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറേ ആളുകളോട് ചോദിക്കുക, ഓപ്പണായിട്ട് ഒരുപാട് പേര് ആളുകളോടൊക്കെ ചോദിക്കുക എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ, ജോലി ഉണ്ടോ എന്നുള്ള വിഷയങ്ങളൊക്കെ. അത് നമുക്ക് എന്ത് ടേം ഇട്ട് വിളിക്കാം? ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന ടേം ഇട്ട് നമുക്കതിനെ വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത്, എക്കോണമിസ്റ്റ് കാൾ അൺഎംപ്ലോയ്മെൻറ്റ് പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യൻ ഫാംസ് ആസ് ഡിസ്ഗൈസ്ഡ് എംപ്ലോയ്മെൻറ്റ്. അതായത്
നമുക്കിപ്പോൾ ഒരു 2 വർക്കേഴ്സ് ഉദാഹരണത്തിനടിയിൽ പറയുന്നുണ്ട്. സപ്പോസ് എ ഫാർമർ ഹാസ് 4 acres of a land and he actually needs only 2 workers and himself to carry out various operations on his farm in a year. But if he employs 5 workers and his family members such as his wife and children, this situation is known as disguised unemployment. ഇപ്പോൾ 2 ആളുകളെ മാത്രം, അദ്ദേഹത്തിന് ഒരുപാട് ഭൂമിയുണ്ട്, ആ ഭൂമിയിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ 2 പേരെ മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ അദ്ദേഹം ആ ഒരു സ്ഥലത്ത് ഒരുപാട് പേരെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുക. ഉദാഹരണത്തിന് ആ ഫാമിലി മെമ്പേഴ്സ്, അമ്മ, മകള്, അവരെയൊക്കെ കൂട്ടിയിട്ട് ജോലി ചെയ്യിപ്പിക്കുക, 2 ആൾ ജോലി എടുക്കേണ്ട സ്ഥലത്ത്. അപ്പോൾ അതിനെയാണ് നമുക്ക് എന്ത് പറയാൻ കഴിയുക? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയാൻ കഴിയുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇപ്പോൾ ചില ആളുകളുണ്ടാകും, ഞാൻ അടുത്ത് പറയാനുള്ളത് സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ ജോലി കൃഷിക്കൊക്കെ ഓരോ കൃത്യമായ സമയങ്ങളുണ്ട്. മഴ പെയ്യുന്ന സമയം, മഴ പെയ്യുന്നതിന് മുമ്പ്, അങ്ങനത്തെ പല കൃഷികൾക്കും പല നേരങ്ങളുണ്ട്. അപ്പോൾ ഇന്ന കാലാവസ്ഥയിൽ ഒരിക്കലും കൃഷി നടക്കാത്ത പല കൃഷികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ആ സമയമാകുമ്പോൾ സിറ്റികളിലേക്ക് ചേക്കേറും, അവിടേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് അവർക്ക് അവിടെ ജോലി ഒപ്പിച്ച് അതിന് ശേഷം കൃത്യമായ കാലാവസ്ഥ വരുമ്പോൾ അവർ തിരിച്ചു വരും. അപ്പോൾ ഇതിനെയാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് വിളിക്കാൻ കഴിയുക. ഇനി അടുത്തതായിട്ട് ഗവൺമെൻറ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. ഗവൺമെൻറ് ഇതിൽ ഇടപെടുന്ന ഓരോ വിഷയങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് 2005 it promises 100 days of guaranteed wage employment to all rural households who volunteer to do unskilled manual work. This scheme is one of the many measures the government has implemented to generate employment for those who are in need of jobs in rural areas. അതായത് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഓരോരുത്തർക്ക് ജോലി ലഭിക്കുന്ന, ജോലി കൊടുക്കുന്ന ഓരോ രീതികൾ ഗവൺമെൻറ് എങ്ങനെയൊക്കെയാണ് ഈ തൊഴിലില്ലായ്മയിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്താൻ എന്തൊക്കെയാണ് ചെയ്തത്. അപ്പോൾ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് 2005 ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിരുന്നു എന്നുള്ളതൊക്കെയാണ്. 100 days of guaranteed wage employment to all rural households ആണ്. അപ്പോൾ ഇങ്ങനത്തെ റൂറൽ ഏരിയകളിലുള്ള ആളുകൾക്ക് 100 ദിവസത്തിന് ജോലി വാഗ്ദാനം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് 2005. These efforts can be broadly categorized into 2. ഇതിന് 2 കാര്യങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഇൻ ഫസ്റ്റ് കാറ്റഗറി, അതായത് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ, ആസ് യു ഹാവ് സീൻ ഇൻ ദി പ്രൊസീഡിംഗ് സെക്ഷൻസ്, ദി ഗവൺമെൻറ് എംപ്ലോയീസ് പീപ്പിൾ ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസ്. ഇറ്റ് ആൾസോ റൺസ് ഇൻഡസ്ട്രീസ്, ഹോട്ടൽസ് ആൻഡ് ട്രാൻസ്പോർട്ട് കമ്പനീസ്. ഗവൺമെൻറ് നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഗവൺമെൻറ് നടത്തുന്ന ഒരുപാട് പല വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് കൃത്യമായിട്ടുള്ള ഡയറക്റ്റ് പോസ്റ്റുകൾ ജനങ്ങൾക്ക് നൽകുന്നതിനെയാണ് നമുക്ക് ഡയറക്റ്റ് എന്ന് വിളിക്കാൻ കഴിയുക. അപ്പോൾ അവർ ഓരോ ട്രാൻസ്പോർട്ട് KSRTCയിലോ അതല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഫാക്ടറീസിലൊക്കെ, ഗവൺമെൻറ് ഫാക്ടറികളിലോ അങ്ങനെയൊക്കെ അപ്ലൈ കൊടുക്കുന്നതിനെയാണ് നമുക്ക് എന്ത് പറയാൻ കഴിയുക? ഡയറക്റ്റ് എന്ന് പറയാൻ കഴിയുക. അതുപോലെ തന്നെ when the outputs of goods and services from government enterprises increases, then private enterprises which receive raw materials from government enterprises will also raise their output and hence. അതായത് ഇതുപോലത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഗവൺമെൻറ് ഏതെങ്കിലും ഫാക്ടറികളോ കമ്പനികളോ നടത്തുകയും അതിനുശേഷം അത് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള റോ മെറ്റീരിയൽസൊക്കെ കൈമാറുകയോ ചെയ്താൽ അത് പിന്നീട് അവരുടെ പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന, അതായത് ഗവൺമെൻറ്റിൽ നിന്നും റോ മെറ്റീരിയൽസൊക്കെ സ്വീകരിച്ച് പ്രൈവറ്റായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ്, അവരെയാണ് നമുക്ക് എന്ത് പറയാൻ കഴിയുക? ഇൻഡയറക്റ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ ഇത്തരം പ്രൈവറ്റ് കമ്പനികൾ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിലൂടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ് അങ്ങനെയും ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്, അതാണ് ഇൻഡയറക്റ്റ്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. പ്രൈവറ്റ് എൻ്റർപ്രൈസസ് വിച്ച് റിസീവ് റോ മെറ്റീരിയൽസ് ഫ്രം ഗവൺമെൻറ്, അതാണ് അതിൻ്റെ കറക്റ്റ് പോയിന്റ്. ഓക്കെ, ഇനി അടുത്തായിട്ട് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് എയിംഡ് അറ്റ് അലിവിയേറ്റിംഗ് പോവർട്ടി are through employment generation. They are also known as employment generation programs. അതായത്
ഇങ്ങനത്തെ പോവർട്ടി പിന്നെ ദാരിദ്ര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയ്മെൻറ്റ് ജനങ്ങൾക്ക് ജോലി ഉള്ള പിന്നെ രൂപത്തിലാക്കുക, ജനങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുക, ഇതിനൊക്കെയാണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാംസ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുക. There has been a change in the structure of workforce in India. Newly emerging jobs are found mostly in the service sector. The expansion of the service sector and the advent of high technology now frequently permit a highly competitive existence for efficient small scale and often individual enterprises or specialist workers side by side with the multinationals. അതായത് നമ്മുടെ കോമ്പറ്റിറ്റീവ് ആയിട്ടുണ്ട് ഈ വർക്ക് ഫോഴ്സ്, സ്ട്രക്ചറൽ വർക്ക് ഫോഴ്സ് ഇൻ ഇന്ത്യ, അതിനൊരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ചേഞ്ച്? ഇതുപോലെ തന്നെ എല്ലാവരും ഈ സർവീസ് സെക്ടറിലാണ്. ന്യൂലി എമർജിങ് ജോബ്സ് ആർ ഫൗണ്ട് മോസ്റ്റ്ലി ഇൻ സർവീസ് സെക്ടർ. അപ്പോൾ ഇങ്ങനത്തെ പുതുതായിട്ടുണ്ടാകുന്ന ഈ ജോലി സാധ്യതകളൊക്കെ സർവീസ് സെക്ടേഴ്സിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ദി എക്സ്പാൻഷൻ ഓഫ് ദി സർവീസ് സെക്ടർ and the advent of high technology now frequently permit a highly competitive existence. അപ്പോൾ ഒരു മാത്സരിക ബുദ്ധിയോട് കൂടിയാണ് ഇപ്പോഴുള്ള ഈ ഒരു നിലനിൽപ്പ് തന്നെ. ദി എക്സ്പാൻഷൻ ഓഫ് ദി സർവീസ് സെക്ടർ ആൻഡ് ദി അഡ്വെൻറ്റ് ഓഫ് ഹൈ ടെക്നോളജി. അപ്പോൾ ഇപ്പോൾ ഈ കാലം മാറിയ കാരണത്താൽ ഈ ജോലിയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ജോലി സാധ്യതകളൊക്കെ ഇനി വരുന്നത് ഈ രൂപത്തിലാണ് എന്നൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനൊരുപാട് പരിമിതികളുണ്ടാകും. പിന്നെ നമ്മുടെ ജോലിയുടെ സ്വഭാവം മാറുമ്പോൾ അതിനനുസരിച്ചുള്ള പിന്നെ ആളുകളായിരിക്കും. അതുകൊണ്ടാണ് കോമ്പറ്റിറ്റീവ് എന്നുള്ളതൊക്കെ ഇവിടെ യൂസ് ചെയ്ത് ഇവിടെ പറയുന്നത്. In the last 2 decades, there has been rapid growth in the gross domestic product. ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ GDPയിൽ ഭയങ്കര ഗ്രോത്താണ് എങ്കിൽ കൂടി പക്ഷേ എംപ്ലോയ്മെൻറ്റിൻ്റെ വിഷയത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജോലി വല്ലാതെ കുറവാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊത്തം ജനങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛ ആളുകൾക്ക് പിന്നെ ജോലിയുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ജോലിയില്ല. പക്ഷേ GDP നോക്കുകയാണെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നല്ല റാപ്പിഡ് ഗ്രോത്താണ്, വലിയൊരു ഗ്രോത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബട്ട് വിത്തൗട്ട് സിമിൾട്ടാനിയസ് ഇൻക്രീസ്. അതേസമയം പിന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഒരു കൂടുതലില്ല, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് GDP ആണ് കൂടുന്നത്. ദിസ് ഹാസ് ഫോഴ്സ്ഡ് ദി ഗവൺമെൻറ് ടു ടേക്ക് അപ്പ് ഇനിഷ്യേറ്റീവ് ഇൻ ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പാർട്ടിക്കുലർലി ഇൻ ദി റൂറൽ ഏരിയാസ്. അപ്പോൾ റൂറൽ ഏരിയകളിലൊക്കെ ഇതുപോലെ വ്യാപിപ്പിക്കാനും ഗവൺമെൻറ് അജണ്ടകളൊക്കെ ഒന്നും കൂടി വിശാലമാക്കിയിട്ട് ജനങ്ങൾക്ക് ജോലി ലഭിക്കുന്ന രൂപത്തിലുള്ള അജണ്ടകളാക്കി മാറ്റാനൊക്കെ ഗവൺമെൻറ് ശ്രമിക്കണം എന്നുള്ളതൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വിഷയങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പാഠം അവസാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് മുന്നോട്ട് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.